السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد فاتقوا الله عباد الله. إن شاء الله ഇന്നു മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരിട്ടുള്ള തർബിയത്തിൽ വളർന്ന് ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയാണ് എന്ന് ഖുർആൻ തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ള സ്വഹാബികൾ, നബിയിൽ നിന്ന് ആദ്യമായി നേരിട്ട് ദീൻ കേട്ടുപഠിച്ചവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് തർബിയത്ത് ചെയ്ത് തിരുത്തി മറ്റുള്ളവർക്ക് മാതൃകയായി ശുദ്ധീകരിച്ചു കൊണ്ടുവന്ന വ്യക്തികൾ. യത്ലു അലൈഹിം ആയാത്തിഹി വയുസക്കിഹിം, അവർക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ അദ്ദേഹം ഓതിക്കേൾപ്പിക്കുന്നു, എന്നിട്ട് അവരെ ശുദ്ധീകരിക്കുന്നു. ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിച്ചത്? ആരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് തർബിയത്ത് ചെയ്ത് ശുദ്ധീകരിച്ചത്? അതാണ് സ്വഹാബികൾ. ഇസ്ലാമിൽ അവർക്കുള്ള മഹത്വമേറിയ സ്ഥാനം അവർ മനസ്സിലാക്കിയതുപോലെ ദീൻ മനസ്സിലാക്കണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. കദാലിക്, അപ്രകാരമാണ് ജഅൽനാകും ഉമ്മത്തൻ വസതൻ, നിങ്ങളെ ഒരു മധ്യമ സമൂഹമാക്കി മാറ്റി. ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാൻ, മാതൃകകളാകാൻ വേണ്ടി. വയകൂന റസൂലു അലൈക്കും ഷഹീദ, നിങ്ങൾക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയായിരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് ഇസ്ലാമിക ആദർശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മാതൃക നിങ്ങൾ എന്ന് ഖുർആൻ അഭിസംബോധന ചെയ്ത സ്വഹാബികളാണ്. സ്വഹാബികൾക്ക് മാതൃക നേരിട്ട് അള്ളാഹുവിൻ്റെ റസൂലാണ്. റസൂൽ സ്വഹാബികൾക്ക് മാതൃകയാകുന്നു. സ്വഹാബികൾ ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയാകുന്നു. സ്വഹാബികളെ സംബന്ധിച്ച് അവർക്ക് വ്യത്യസ്തമായ ഫളലുകളുണ്ട്, പ്രത്യേകതകൾ, പോരിശകൾ. അതെല്ലാം നാം മനസ്സിരുത്തി പഠിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം എല്ലാ സ്വഹാബികൾക്കും ഒരേ സ്ഥാനം അല്ല ഉള്ളത്. മറിച്ച് സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് മറ്റു ചിലരെക്കാൾ അള്ളാഹു ചില കാരണങ്ങളാൽ പദവി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി വരുന്ന ചോദ്യം, സ്വഹാബികളിലെ ഒന്നാമനാരാണ്? ഈ ചോദ്യത്തിൽ അഹ്ലുസുന്നയുടെ ലോകത്ത് തർക്കമേ ഇല്ല. ഒന്നാമനാര്, രണ്ടാമനാര്, മൂന്നാമനാര്, ഈ വിഷയത്തിൽ തർക്കമേ ഇല്ല. നാലാമതാര് എന്ന കാര്യത്തിൽ ഭൂരിപക്ഷ അഭിപ്രായമുണ്ടെങ്കിലും ചില ഭിന്നതയുണ്ട്. ഏതായിരുന്നാലും സ്വഹാബികളിൽ ഏറ്റവും ഉത്കൃഷ്ടനായിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ റസൂൽ കഴിഞ്ഞാൽ പിന്നീട് മുസ്ലിങ്ങളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളത് അത് അബൂബക്കർ അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഏറ്റവും അടുത്ത ഒന്നാമത്തെ ചങ്ങാതിയാണ്. സദ്ദീഖ്, അതീവ സത്യവാൻ, എല്ലായിടത്തും സത്യസന്ധമായി മാത്രം ഇടപെടുന്നു എന്ന കാര്യത്തിൽ ഇസ്ലാമിലായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ പേരുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രത്യേക നാമം നൽകപ്പെട്ടിട്ടുമുണ്ട്. ഇതുകൂടാതെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയ ഒരു പദവിയാണ് ഖലീലുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനൊരു ഖലീലിനെ സ്വീകരിക്കുകയായിരുന്നുവെങ്കിൽ അബൂബക്കർ സിദ്ദീഖിനെ ഖലീലായി സ്വീകരിക്കുമെന്ന്. അപ്പോൾ ഖലീൽ എന്ന ഒരു പദവി ലഭിക്കാൻ മാത്രമുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇനി ഇസ്ലാമിൻ്റെ ഖലീഫമാരിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് 4 ഖലീഫമാരാണ്. ആദ്യത്തെ 4 ഖലീഫമാർ. ആ 4 ഖലീഫമാരിൽ ഒന്നാമത്തെ ആളും അബൂബക്കർ ബനു അബി ഖുഹാഫ എന്നറിയപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ആരംഭിച്ച ഇസ്ലാമിൻ്റെ ഒരു ഘട്ടമാണ്, 30 വർഷം നീണ്ടുനിന്ന ഒരു ഭരണഘട്ടമാണ് അൽ ഖിലാഫത്തുർ റാഷിദ. 30 വർഷമാണ് അതിൻ്റെ ഒരു കാലയളവ്. അബൂബക്കർ അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു വരെയുള്ള ഇസ്ലാമിക രാഷ്ട്ര കാലഘട്ടം, അതിൻ്റെ ഭരണകൂടം വിധി കൽപ്പിച്ച ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. സ്വഹാബികളെ സംബന്ധിച്ച് അവരെക്കുറിച്ചാണ് റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് വിശേഷിപ്പിച്ചത് ഇതേ സ്വഹാബത്തിനെ സംബന്ധിച്ചാണ്. അതും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഖിലാഫത്തുർ റാഷിദ എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലുമുള്ള ഇസ്ലാമിക സമൂഹത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അവരിൽ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും യോഗ്യതയുള്ള ആളുകളെ, അവരിലെ തന്നെ യോഗ്യരായ ആളുകൾ കൂടിച്ചേർന്ന് ഷൂറയിലൂടെ തെരഞ്ഞെടുക്കുന്ന, തീരുമാനിക്കുന്ന മാതൃക നമുക്ക് കാണാൻ സാധിക്കും.
അതേപോലെ ഖലീഫമാർ ഏറ്റവും യോഗ്യതയുള്ള ആളുകളെ തൻ്റെ അനന്തരാവകാശികളായി പിരിഞ്ഞതും കാണാൻ സാധിക്കും. ഇങ്ങനെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാന്യമായ നീതിയുള്ള രീതിയിൽ, അല്ലാതെ ഞാൻ കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്നുള്ള കേവലമായ ഒരു കുടുംബ പാരമ്പര്യത്തിൽ ഭരണം നിലനിർത്തണമെന്നതിനപ്പുറത്ത് യോഗ്യതയുള്ളവർ ഇസ്ലാമിക നേതൃത്വം കൊടുക്കണമെന്ന ഒരു തീരുമാനം അബൂബക്കർ അസ്സദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കഴിയുമ്പോൾ തൻ്റെ മകനെയോ മരുമക്കളെയോ ഒന്നും ഖലീഫമാരായി വാഴിക്കാനല്ല ഉദ്ദേശിച്ചത്. ആ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ അടുത്ത ഭരണാധികാരിയായി നിശ്ചയിക്കുക എന്നതാണ് ചെയ്തത്. ഏതായിരുന്നാലും നമുക്ക് ഒന്നാമതായി ചർച്ചക്കെടുക്കാനുള്ളത് അബൂബക്കർ അസ്സദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ്. ഇന്ന് ജുമുഅക്ക് നമ്മൾ മനസ്സിലാക്കിയ ഒരായത്താണ് ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. നിങ്ങൾ വിശ്വസിച്ചതുപോലെ മറ്റുള്ളവരും വിശ്വസിച്ചാൽ ഹിദായത്തിലായി. അപ്പം സ്വഹാബികൾ വിശ്വസിച്ചതുപോലെയാണ് എല്ലാ വിഷയങ്ങളും ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നത്. സ്വഹാബികളുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളാണ് ഭിന്നിച്ചുപോയവർ എന്ന് കാണാൻ സാധിക്കും. ആദ്യമായി നമുക്ക് അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിന് നൽകപ്പെട്ടിരിക്കുന്ന വിശേഷണങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പരയും സംബന്ധിച്ചുള്ള ചരിത്രവിശേഷങ്ങൾ നമുക്ക് പരിശോധിക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചരിത്രകാലത്ത് ജീവിച്ച ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രം കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. സങ്കല്പ കഥാപാത്രമല്ല. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സ്വഹീഹായി വന്ന റിപ്പോർട്ടുകൾ മാത്രമാണ്. കൂട്ടത്തിൽ ചില തെറ്റായ കഥാ പ്രചാരണങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നാട്ടിൽ വന്നിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പ്രചരിപ്പിച്ചത്, ശിയകൾ പ്രചരിപ്പിച്ചത്, സനദിൻ്റെ ശരിയും തെറ്റുമൊന്നും നോക്കാതെ ചരിത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അതിൻ്റെ സനദും നോക്കേണ്ടതില്ല, അത് ഹദീസൊന്നുമല്ലല്ലോ എന്ന് ചിലർ ധരിക്കും. എന്നാൽ പണ്ഡിതന്മാർ കൈഫ നഖറഉ താരീഖ സ്വഹാബ, സ്വഹാബികളുടെ ചരിത്രം നമ്മൾ എങ്ങനെ വായിക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്. സ്വഹാബികളുടെ ചരിത്രം വായിക്കുമ്പോൾ നിർബന്ധമാണ് അതിൻ്റെ സനദ് അറിയണം. സനദോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിഷയങ്ങൾ മാത്രമേ സ്വഹാബികളുടെ ചരിത്രമായി നമ്മൾ മനസ്സിലാക്കാനും വിലയിരുത്താനും പാടുള്ളൂ. എന്നാൽ സനദില്ലാത്തതും തെളിവിൻ്റെ പിൻബലമില്ലാത്തതും ലഈഫായ റിപ്പോർട്ടുകളിലൂടെ കടന്നു വന്നിട്ടുള്ളതുമായ പലതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരെ കുറിച്ച് നാട്ടിൽ പ്രചാരത്തിലുണ്ട്. അത്തരം വളരെയേറെ പ്രചാരത്തിലുള്ള ചില സംഗതികളുടെ യഥാർത്ഥ ചരിത്രം എന്താണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് പരിശ്രമിക്കുന്നതാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ നാമം അബ്ദുല്ലാഹി ബിൻ ഉസ്മാൻ ഇബ്നു ആമിർ ബിൻ അംർ ബിൻ കഅബ് ഇബ്നു സഅദ് ബിൻ തൈബ് ബിൻ മുറ ഇബ്നു കഅബ് ബിൻ ലുഅയ് ബിൻ ഗാലിബ് അൽ ഖുറശി അത്തൈമി. ഖുറൈശിയാണ്, തൈമിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ് അബ്ദുല്ലാഹി ബിൻ ഉസ്മാൻ ബിൻ ആമിർ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രമായ ഖുറൈശി ഗോത്രത്തിലെ ഒരു അംഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആറാമത്തെ പിതാമഹനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആറാമത്തെ പിതാമഹനും ഒന്നാണ്. അപ്പം നബിയുടെ പിതൃപരമ്പര പിറകോട്ട് നമ്മളിങ്ങനെ വാപ്പയുടെ വാപ്പ പരിശോധിച്ചാൽ ആറാമത്തെ ആളിൽ എത്തുമ്പോൾ ആരാണ്? മുറത്ത് ബിൻ കഅബ്. ആരാണ്? മുറത്ത് ബിൻ കഅബ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പിതൃപരമ്പര നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാം ഇബ്നു സഅദ് ബിൻ തൈബ് ബിൻ മുറത്ത് ബിൻ കഅബ്. മുറത്ത് ബിൻ കഅബ് നബിയുടെ പിതൃപരമ്പരയിലുമുണ്ട്. മുറത്ത് ബിൻ കഅബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പരമ്പരയിലുമുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ അസ്സദീഖും ഒരേ കുടുംബത്തിലുള്ളവരാണ്, ഒരേ പരമ്പരയിലുള്ളവരാണ്. മുറത്തിന് ശേഷമാണ് അവരുടെ പിതാമഹന്മാർ മാറി വരുന്നത് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തമ്മിൽ ചെറിയ പ്രായ വ്യത്യാസമാണ്, 2.5 വയസ്സിൻ്റെ വ്യത്യാസം. നബി ജനിച്ച് 2.5 വർഷം കഴിഞ്ഞിട്ടാണ് ആര് ജനിക്കുന്നത്? അബൂബക്കർ അസ്സദീഖ് റളിയല്ലാഹു ജനിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കാനുള്ള അവസരമുണ്ടായത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനാണ്. അവർ അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൾ സത്യവിശ്വാസികളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്ന ആ ഒരു മഹാഭാഗ്യത്തിലേക്ക് എത്തിച്ചേർന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 ഭാര്യമാർ ഒരേ സമയമുണ്ടായിട്ടുണ്ട്. 11 12 വിവാഹം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൽ കന്യകയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായി ഉണ്ടായിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ മാത്രമാണ്. അത് നമ്മൾ വിലയിരുത്തേണ്ട ഒരു സംഗതിയാണ്. ഇനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുള്ള വിളിപ്പേരുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച പേര്, കുടുംബം വിളിച്ച പേര്, നാട്ടുകാർ വിളിച്ച പേര്, ആ പേരുകൾ ഒരാൾക്ക് ഒന്നിലേറെ വിശേഷണങ്ങൾ ഉണ്ടാകുമ്പോൾ
അത് അയാളുടെ യോഗ്യതകളെയും പോരിശകളെയും കുറിക്കുന്നതാണ്. പല പേരുകൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ മഹത്വം ആ പേരുകളിൽ നിന്ന് കിട്ടും. ഒക്കെ അദ്ദേഹത്തിന്റെ ഷറഫാണ്, അദ്ദേഹത്തിന്റെ പദവിയാണ്, അദ്ദേഹത്തിന്റെ സ്ഥാനവും അതേപോലെ സമൂഹത്തിലെ അദ്ദേഹത്തിന്റെ പ്രാധാന്യവുമാണ് അദ്ദേഹത്തിന്റെ പേരുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്ന് കാണാം. അതിലാദ്യമായി നൽകപ്പെട്ടിരിക്കുന്ന ഒരു പേര് അതീഖ് എന്നാണ്. അതീഖ് എന്ന് പറഞ്ഞാൽ നരകമോചനം ലഭിച്ചവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ദുനിയാവിലുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇബാദത്തുകൾ, ആ ഇബാദത്തുകൾ അദ്ദേഹത്തെ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ കാരണമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. നോമ്പുകാരെ കുറിച്ച് പറയുന്നിടത്ത് നമ്മളിപ്പോൾ ആവർത്തിച്ച് പഠിച്ചൊരു ഹദീസാണ് ലില്ലാഹി ഉത്തഖാഉ മിനന്നാർ. നരകത്തിൽ നിന്ന് അള്ളാഹു മോചനം നൽകുന്ന ചില ആളുകളുണ്ട്. ആരാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നോമ്പുകാലത്ത് എല്ലാ പകലും എല്ലാ രാത്രിയും അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ കുറിച്ച് പേര് വിവരങ്ങൾ പ്രഖ്യാപിക്കും. മലക്കുകളുടെ സന്നിധിയിൽ അൽ മലഉൽ ആലയിൽ അള്ളാഹു പ്രഖ്യാപിക്കും, ഇന്ന ഇന്ന ആളുകൾക്ക് ഞാൻ ഇന്ന് നരകമോചനം നിശ്ചയിച്ചിരിക്കുന്നു, അതീഖാണ്. എന്നാൽ അങ്ങനെ നരകമോചനം കിട്ടി ആ പ്രഖ്യാപനം നടത്തിയ ആ കൂട്ടത്തിൽ ആരൊക്കെ ഉൾപ്പെട്ടു അത് അള്ളാഹുവിനറിയാം. എന്നാൽ ഒരാൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അത് അബൂബക്കർ അസ്സദീഖ് റളിയല്ലാഹു അൻഹു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത അതീഖുല്ലാഹി മിനന്നാർ, നീ നരകത്തിൽ നിന്ന് അള്ളാഹു മോചനം നൽകിയ വ്യക്തിയാണ്. സ്വഹാബികളെ കുറിച്ച് നമുക്കറിയാം, അവർ ഏതെങ്കിലും പദപ്രയോഗങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിനാൽ സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരായിരിക്കും. എല്ലാ സ്വഹാബികളെ കുറിച്ചും നബി നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ നബിയുടെ സംതൃപ്തി നേടിയ ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്വഹാബികൾ എന്ന് വിളിക്കുക. നബിയുടെ ഏതെങ്കിലും ഒരു പദപ്രയോഗം, മനസ്സിലായില്ലേ, ആ പദപ്രയോഗങ്ങൾ അവരെക്കുറിച്ച് ഏറ്റവും മികച്ചതായിരിക്കും. അതവർക്ക് സ്വർഗം കിട്ടുമെന്ന് ധ്വനിപ്പിക്കുന്നതോ വ്യക്തമായി സൂചിപ്പിക്കുന്നതോ ആയിരിക്കും. അങ്ങനെയാണ് എല്ലാ സ്വഹാബികളും. അങ്ങനെയാണ് ഒരു സ്വഹാബിയെയും സ്വഹാബി അല്ലാത്തൊരു മുനാഫിഖിനെയും നബിയുടെ കാലത്ത് ജീവിച്ചത് നമ്മൾ വേർതിരിച്ചറിയുന്നത്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിൽ നിന്ന് മോചിതനാണ്, സ്വർഗപ്രവേശനം ലഭിക്കുന്നയാളാണ് എന്ന് വ്യക്തമായി പറഞ്ഞ ഒരു പ്രയോഗമാണ് അൻത അതീഖുല്ലാഹി മിനന്നാർ, നീ നരകത്തിൽ നിന്ന് അള്ളാഹു മോചനം നൽകിയിട്ടുള്ള ഒരാളാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ അസ്സദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരിക്കൽ പ്രസ്താവന നടത്തിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതീഖ് എന്ന പേര് വന്നിരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണാം, കാലത്ത് അവർ പറഞ്ഞു, ദഖല അബൂബക്കർ സിദ്ദീഖ് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയുടെ സദസ്സിലേക്ക് വന്നു. ഫഖാല ലഹു റസൂലുള്ളാഹ്, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, അബ്ശിർ, നീ സന്തോഷിച്ചു കൊള്ളുക, ഫഅൻത അതീഖുല്ലാഹി മിനന്നാർ, നീ അള്ളാഹു നരകത്തിൽ നിന്ന് മോചനം നൽകിയ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പൊ നിനക്ക് അള്ളാഹു നരകത്തിൽ നിന്ന് മോചനം നൽകിയിട്ടുണ്ട് എന്ന് ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നേരിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു. അത് ആയിഷ റളിയല്ലാഹു തആല അൻഹ കേൾക്കാനിട വന്നു, അവരത് റിപ്പോർട്ട് ചെയ്തു. അന്ന് മുതലാണ് അദ്ദേഹത്തിന് അതീഖ് എന്ന് നാമകരണം നൽകപ്പെട്ടത്. ഇനി ധാരാളം ലഖബുകൾ, അപരനാമങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുള്ളതായി ഇസ്ലാമിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ അതിന്റെ കാരണങ്ങളും അവർ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ അതീഖ് എന്ന് വിശേഷിപ്പിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം നരകമോചനം നൽകപ്പെട്ടവൻ എന്നതാണ്. എന്നാൽ ചില ചരിത്രകാരന്മാർ പറഞ്ഞു, ലി ജമാലി വജ്ഹിഹി, അദ്ദേഹം സുന്ദരനായതുകൊണ്ടാണ്. സൗന്ദര്യമുള്ള ആളുകൾക്ക് അതീഖ് എന്ന് അറബികൾ പറയാറുണ്ട്. അപ്പൊ അദ്ദേഹം ആകർഷകത്വമുള്ള സുന്ദരമായ മുഖമുള്ള മെലിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതീഖ് എന്ന് പേര് കിട്ടിയത് എന്ന് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പും നന്മ മാത്രം ചെയ്തിരുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം വിശ്വസിച്ചത് അദ്ദേഹമാണ്. നമുക്കറിയാം, അബൂബക്കർ സിദ്ദീഖ് എന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അവ്വലു മൻ ആമന ബിർ റസൂൽ, റസൂലിൽ ആദ്യം വിശ്വസിച്ച ആളാരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ സംസ്കാരം എന്ത്, അദ്ദേഹത്തിന്റെ രീതി എന്ത്? അന്നും അദ്ദേഹം മാന്യനാണ്. ഇസ്ലാമിലേക്ക് പ്രവേശിച്ച് ഷഹാദത്ത് ചൊല്ലുന്നതിന് മുമ്പും അദ്ദേഹം എന്താണ്? പുരാതന അതിനു മുമ്പുള്ള കാലഘട്ടങ്ങൾ. അതീഖ് എന്നുള്ളതിന് പണ്ടേയുള്ളവൻ എന്ന അർത്ഥമുണ്ട്. പണ്ടേക്കും പണ്ടേ നന്മയിൽ തന്നെ ജീവിച്ചു പോകുന്ന, ചെറുപ്പകാലത്തോ മറ്റോ മദ്യപാനിയോ വ്യഭിചാരിയോ ചൂതാട്ടക്കാരനോ പലിശക്കാരനോ ഒന്നുമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടിട്ടില്ല. വിഗ്രഹാരാധകനായി അദ്ദേഹം അറിയപ്പെട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് ആ ഇസ്ലാം സ്വീകരിക്കുന്ന ഒന്നാമത്തെ വ്യക്തിയാണെങ്കിൽ പോലും അതിനു മുമ്പും
അദ്ദേഹത്തിന്റെ ജീവിതം പണ്ടേ മികവിലാണ്. അതുകൊണ്ട് കാന ഖദീമൻ ഫിൽ ഖൈർ, നന്മയിൽ പണ്ടേയുള്ളവൻ. അതീഖിന് അങ്ങനെ അർത്ഥമുണ്ട്, പുരാതനമായ പണ്ടേ ഉള്ളത്. കഅബാലയത്തെക്കുറിച്ച് അൽ ബൈത്തുൽ അതീഖ് എന്ന് കേട്ടിട്ടുണ്ടാവും. അവിടെ അതിന്റെ അർത്ഥം എന്താണ്? പുരാതനമായ ഗ്രന്ഥം എന്നാണ്. അല്ല, കെട്ടിടമെന്ന്, വീട് എന്നാണ്. ഗേഹം എന്ന് പറഞ്ഞാൽ ആദ്യമകാല പ്രവാചകന്മാർ ഇബ്രാഹിം അലൈഹിസ്സലാം മുതൽക്ക് ഇങ്ങോട്ട് ഇസ്ലാമിന് എന്താണ്? ആരാധനാ കേന്ദ്രമാണ്. പറയപ്പെടുന്ന ചരിത്രമനുസരിച്ച് ആദം അലൈഹിസ്സലാം തന്നെയും എന്താണ്? മലക്കുകളും ചേർന്ന് കഅബാലയം നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന കഅബയ്ക്ക് അസ്ഥിവാരമിട്ടത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് കഅബാലയത്തെക്കുറിച്ച് അത്രയും പഴക്കമുള്ള ആരാധനാലയം എന്ന അർത്ഥത്തിൽ ഖുർആൻ തന്നെ വല്ലത്തവഫൂ ബിൽ ബൈത്തിൽ അതീഖ്, നിങ്ങൾ പുരാതനമായ ഭവനത്തെ തവാഫ് ചെയ്യുക എന്ന് കഅബാലയത്തെക്കുറിച്ച് പറഞ്ഞു കാണാം. അപ്പൊ ആ നിലക്ക് ആദിമകാലത്തിൽ തന്നെ പണ്ടേ തന്നെ നന്മ ചെയ്തിരുന്നവൻ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് അതീഖ് എന്ന പേര് ലഭിച്ചത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹുവിൽ നിന്ന് നരകമോചനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാരണം. അത് ഹദീസിൽ സ്ഥിരപ്പെട്ടതുമാണ്. രണ്ടാമത്തേത്, അദ്ദേഹം സുന്ദരമായ മുഖമുള്ളവനാണ് എന്നതാണ്. മൂന്നാമത്തേത്, അദ്ദേഹം എന്നും നന്മയിലായിരുന്നു. ഇത് മൂന്നും വൈരുദ്ധ്യങ്ങളല്ല, മറിച്ച് എന്താണ്? ഈ മൂന്ന് കാരണങ്ങളും അതിന്റെ പിറകിലുണ്ടായിരിക്കാം. എല്ലാ നിലക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാണ്? പിന്നെ അതീഖാണ്. ഇനി അദ്ദേഹത്തിന്റെ മാതാവിനെ സംബന്ധിച്ച് പറയപ്പെടുന്നുണ്ട്, അവർ കുഞ്ഞുങ്ങളൊന്നുമില്ലാതെയാണ് ആദ്യകാലത്തുണ്ടായിരുന്നത്. അങ്ങനെ അവർ ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി കാത്തിരുന്നു. റബ്ബിനോട് തന്നെയാണ് ആ ശിർക്കിന്റെ കാലഘട്ടത്തിൽ പോലും റബ്ബിനോട് മാത്രമാണ് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മാതാവ് തേടിയത് എന്നാണ്. എനിക്കൊരു കുഞ്ഞിനെ വേണം എന്നാഗ്രഹിച്ചു. ഒരുപാട് കാലം കല്യാണം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളില്ലാതെ ജീവിക്കുന്ന ഒരു അവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം വന്നു. അങ്ങനെ അള്ളാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു, അവർക്കൊരു കുഞ്ഞിനെ നൽകി. അങ്ങനെയാണ് അബൂബക്കർ അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ മകനായി വരുന്നത്. ആ സമയത്ത് അവർ നേരെ കഅബാലയത്തിന്റെ അരികിലേക്ക് തിരിഞ്ഞു നിൽക്കുകയും അള്ളാഹുവോട് നന്ദി അർപ്പിക്കുകയും ചെയ്തു. അല്ലാഹുമ്മ ഇന്ന ഹാദാ അതീഖുക മിനൽ മൗത്ത് ഫഹബ്ഹു ലി, ഇതാ തീർച്ചയായിട്ടും ഈ വ്യക്തി നിനക്ക് ഞാൻ മോചിപ്പിച്ചു നൽകുകയാണ്. ഫഹബ്ഹു ലി, ഈ കുട്ടി എല്ലാ കുട്ടികളും എനിക്ക് ഇങ്ങനെ വിട്ടുവിട്ടു പോവാണ്, ഈ കുട്ടിയെ ഫഹബ്ഹു ലി എനിക്ക് നൽകണം, ഈ കുട്ടി മരിച്ചു പോകാതെ എനിക്ക് വളർത്താൻ തരണം. അബൂബക്കർ സിദ്ദീഖിന്റെ ഉമ്മ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യാണ്? ചെറുപ്പത്തിൽ മരിച്ചു പോവാണ്. അപ്പൊ മരിച്ചു പോകാതെ ഈ കുട്ടിയെ എനിക്ക് നിലനിർത്തി തരണം, ഫഹബ്ഹു ലി, ഈ കുഞ്ഞിനെ എനിക്ക് നൽകണം എന്ന് റബ്ബിനോട് എടുത്തു പറയുകയുണ്ടായി. അങ്ങനെയാണ് സുന്ദരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവർക്ക് ലഭിച്ചത്. അവരുടെ കുടുംബം മികച്ച പരമ്പരയിലുള്ളതാണ്, അവരുടെ സംസ്കാരം മികച്ചതാണ്, അവരുടെ ജീവിതം അത് മറ്റുള്ളവർക്ക് മാതൃകയുമാണ്. സർവോപരി നരകത്തിൽ നിന്ന് മോചനം ലഭിച്ച വ്യക്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള വ്യക്തിത്വവുമാണ് അബൂബക്കർ അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാമതായി അദ്ദേഹത്തിന്റെ മറ്റൊരു ലഖബാണ് അസ്സദ്ദീഖ്. അസ്സദ്ദീഖ് എന്നുള്ളത് നമുക്കറിയാം, സത്യവാൻ. സ്വാദിഖ് എന്നാണ് സത്യം പറയുന്നവൻ, കലവറയില്ലാതെ സത്യം പറയുന്നവൻ, അല്ലെങ്കിൽ സത്യം മാത്രം പറയുന്നവൻ, ഒരിക്കൽ പോലും കളവ് പറയേണ്ടി വന്നിട്ടില്ലാത്തവൻ. അങ്ങനെയുള്ള അതിന്റെ ഒരു സൂപ്പർലറ്റീവായ സത്യസന്ധതയുടെ അങ്ങേയറ്റത്തെ അവസ്ഥയിൽ നിന്നാണ് സുദ്ദീഖ് എന്ന പേരുണ്ടാകുന്നത്. ആ ഒരു സീഗയിലുള്ള പദപ്രയോഗങ്ങൾ വളരെ കുറവായിരിക്കും. ആ ഒരവസ്ഥയിൽ അങ്ങേയറ്റം സത്യവാൻ എന്നാണ് ആ പേര് നൽകപ്പെട്ടതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. ഈ പേര് അദ്ദേഹത്തിന്റെ പേരിൽ സ്ഥിരപ്പെട്ടതാണ് എന്ന് വ്യക്തമാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രയോഗം തന്നെയാണ്. നബി അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറിച്ച് അസ്സുദ്ദീഖ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ ഉഹുദൻ. ഒരിക്കൽ നബി ഉഹുദ് മലയിലേക്ക് ഇങ്ങനെ കയറിപ്പോവാണ്. കുറെ ദൂരം കയറി പോകാവുന്ന കുറെ ദൂരമുണ്ട്. ഉഹുദ് മലയുടെ മുകളിലേക്ക് നബി ഒരിക്കൽ കയറി. വ അബൂബക്രിൻ വ ഉമറു വ ഉസ്മാൻ. നബിയുടെ കൂടെ മൂന്നാളുകളുണ്ട്. ആരൊക്കെയാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. കണ്ടോ, ക്രമമായിട്ട് ഇവർ തന്നെയാണ് പിന്നീട് ഖലീഫമാരായി വരുന്നത്. ചില സൂചനകൾ ഉണ്ടാകുമല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഏതോ ഒരാവശ്യത്തിന് വേണ്ടി ഉഹുദ് മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയാണ്? ഒന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു, രണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മൂന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഫറജഫ ബിഹിം. ആ സമയത്ത് അവരെയും കൊണ്ട് ആ ഉഹുദ് ഒന്ന് വിറച്ചു. അങ്ങനെ ഒരു ഭൂകമ്പമുണ്ടായി, ഒരു ഭൂചലനമുണ്ടായി.
അവരാ പർവ്വതത്തിന് മുകളിൽ നിൽക്കുമ്പോൾ ഒരല്പസമയം ആ പർവ്വതം ഒന്ന് വിറച്ചു. ചില നാടുകൾ ചില സമയത്ത് അള്ളാഹു തീരുമാനിക്കുമ്പോൾ പ്രകമ്പനം കൊള്ളും. അങ്ങനെ ഈ 3 വ്യക്തികളും ഈ ഉഹദ് മലയിൽ നിൽക്കുമ്പോൾ അത് ഭൂചലനമുണ്ടാവുകയും അവരുടെ കാലുകൾ ഇടറി അവർ വീഴുമാറാവുകയും ചെയ്തു. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്ബുത്ത് ഉഹദ്, ഉഹദേ അടങ്ങി നിൽക്ക്, നീ അടങ്ങി നിൽക്ക്, ഉഹദേ നീ വിറയ്ക്കാതെ നിൽക്ക്. ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാനി. ഇതൊരു പ്രവചനമാണ്. നിന്റെ മുകളിൽ ഇപ്പോൾ നിൽക്കുന്നത് ഒരു നബിയാണ്, ഒരു സിദ്ദീഖാണ്, 2 ഷഹീദുമാരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം ഷഹീദായിട്ടാണ് മരിച്ചത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹവും എന്താണ്, ഷഹീദായിട്ടാണ് മരണപ്പെട്ടത്. അപ്പൊ ഷഹീദായിട്ടില്ല, അതിനു മുമ്പേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് ഇത് രണ്ടും ഷഹീദാണ്. സ്വഹീഹായ സ്ഥിരപ്പെട്ട ഹദീസാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സൂചിപ്പിച്ച പദം എന്താണ്, സിദ്ദീഖ്. നിന്റെ ഈ ഉഹദ് മലയുടെ മുകളിൽ ഇപ്പോൾ നിൽക്കുന്നത് ഒന്ന് സിദ്ദീഖാണ്, 2 ഷഹീദുമാരാണ്. ഒന്ന് നബിയാണ്, 2 സിദ്ദീഖാണ്, മറ്റു 2 പേരാരാണ്, ഷഹീദുമാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുകയുണ്ടായി. ഇത് ഒരു കാരണമാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന് പേര് കിട്ടാൻ. എന്നാൽ ചരിത്രം പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന് പേര് നൽകപ്പെട്ടത് എന്നതിന് പ്രസിദ്ധമായൊരു സംഭവമുണ്ട്, സ്വഹീഹായി വന്നിട്ടുള്ളതാണ്, എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഇമാം ബുഖാരി അടക്കം ആ വിഷയം ഉദ്ധരിച്ചിട്ടുമുണ്ട്. എന്താ പറയുന്നത്? അവർ പറയാണ്, ലമ്മ ഉസ്രിയ ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൽ മസ്ജിദിൽ അഖ്സ. നബിയെ ഒരു രാത്രി മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രയാണം ചെയ്യിക്കപ്പെട്ടപ്പോൾ, രാപ്രയാണം നടത്തപ്പെട്ടപ്പോൾ, അസ്ബഹ യതഹദ്ദസു നാസു ബിദാലിക്, പിറ്റേന്ന് കാലത്ത് ജനങ്ങൾ അതേക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. കാരണം രാത്രിയാണല്ലോ നബി 2 മാസത്തെ വഴിദൂരമുള്ള മസ്ജിദുൽ അഖ്സയിൽ ഫിലസ്തീനിൽ പോയിട്ട് മക്കയിൽ നിന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് ഹിജറ പോകുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളും വിഷമങ്ങളുമൊക്കെ അനുഭവിക്കുന്ന ജീവിതത്തിൽ ഒരു സന്നിഗ്ധ ഘട്ടമാണ് ഹിജറയുടെ 3 വർഷം മുമ്പ്. ഏകദേശം കാലഗണനയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം. ഹിജറയുടെ 6 മാസം മുമ്പാണെന്നുള്ള അഭിപ്രായമുണ്ട്, 1 വർഷം മുമ്പാണ്, 3 വർഷം മുമ്പാണ്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 ആളുകളുടെ മരണം നടന്നു എന്നുള്ളതാണ്. ഒന്ന് അബൂ ത്വാലിബ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും ഭൗതികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തിന്റെ ദഅവത്തിനും ശക്തമായ ഒരു പ്രതിരോധം തീർക്കാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സഹായിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആര്? അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് മരണപ്പെട്ടു. അതേ വർഷത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, നബിയുടെ ആദ്യത്തെ പത്നി, അവർ മരണപ്പെടുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതൊരാൾ വിവാഹം ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയേറെ നബിയുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൂണായി അള്ളാഹു തന്നെ നിശ്ചയിച്ചു കൊടുത്തിരുന്ന ഖദീജ ബിവിയുടെ മരണവും ഉണ്ടായി. ശത്രുക്കളാണെങ്കിലും നിരന്തരമായി മുസ്ലിങ്ങളെ നാട്ടിപ്പായിക്കാൻ ശ്രമിക്കുന്ന സമയമാണ്. അതിന്റെ ഒരു അനന്തരപരമായി അവർക്ക് മക്കാരാജ്യം വിട്ട്, സ്വന്തം ജന്മദേശം വിട്ട്, സ്വത്തുക്കൾ ഉപേക്ഷിച്ച്, കൃഷിഭൂമികൾ ഉപേക്ഷിച്ച് അവർക്ക് മദീനയിലേക്ക് ഓടിപ്പോകേണ്ട സാഹചര്യവും വന്നു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭൗതികമായി നോക്കിയാൽ വളരെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നേരിടുന്ന ഒരു വഴിത്തിരിവിന്റെ ഘട്ടമായിരുന്നു ഇവരുടെ വേർപാട്. അതേ വർഷത്തിൽ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു യാത്ര നൽകുന്നത്. അത് മസ്ജിദുൽ ഹറാമിൽ നിന്ന്, മക്കായിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന്, കഅബാലയമുള്ള പള്ളിയിൽ നിന്ന് ഫിലസ്തീനിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് അതിവേഗം, നമുക്കറിയാം ആ യാത്ര ചെയ്തത് ബുറാഖ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വാഹനത്തിന്റെ പുറത്താണ്. അങ്ങനെ ഒരു ജീവി ലോകത്തില്ല. ഒരു പ്രത്യേകമായൊരു വാഹനപ്പുറത്ത് അതിവേഗത്തിൽ, കണ്ണെത്തുന്നിടത്ത് കാലെത്തുന്ന തരത്തിൽ അത്രയും വേഗത്തിൽ സഞ്ചരിച്ചിട്ടാണ്, ഏറ്റവും വേഗതയിൽ സഞ്ചരിച്ചിട്ടാണ് ഒരു രാത്രി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിലസ്തീനിലെത്തി തിരിച്ചു വന്നു. അപ്പോഴും നേരം പുലർന്നിട്ടില്ല. അതിനിടയിൽ കാതങ്ങൾ, നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്രയും ദൂരമുള്ള 7 ആകാശങ്ങൾ, അവിടേക്ക് പോയത് ബുറാഖിലല്ല. ബുറാഖിൽ പോയത് ഇവിടുന്ന് അവിടം വരെയാണ്, മക്ക രാജ്യത്ത് നിന്ന് ഫലസ്തീൻ വരെയാണ്. മസ്ജിദുൽ ഹറാം മുതൽ മസ്ജിദുൽ അഖ്സ വരെയാണ്. അവിടെ ആ മസ്ജിദിൽ വാഹനം, കുതിരയെ തളച്ചിരുന്ന ഒരു ലായമുണ്ട്. അവിടെയുള്ള വട്ടക്കണ്ണിയിൽ ഈ കുതിരയെ കെട്ടിയിട്ടതിന് ശേഷം ഒരു പ്രത്യേകമായ ഒരു പേടകം അള്ളാഹു ഇറക്കി കൊടുക്കുക. ഒരു പ്രത്യേകമായ പേടകം, അതിനെ മിറാജ് എന്ന് പറയാം. കോണി. മിറാജ് എന്നുള്ള വാക്കിനർത്ഥം എന്താണ്? കോണി. ഒരു ലിഫ്റ്റ് പോലത്തെ ഒരു പേടകമാണ്.
ആ പേടകത്തിലേക്ക് നബി കയറിയിട്ടാണ് ആകാശത്തേക്ക് പോകുന്നത്. ബുറാക്കിൽ പോയത് ഫിലസ്തീനിലേക്കാണ്. ഫിലസ്തീനിൽ നിന്നൊരു പേടകത്തിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്? 7 ആകാശങ്ങൾ കയറിപ്പോയി വിവിധ നബിമാരെയൊക്കെ നേരിട്ട് കണ്ടുവന്നു. നബിയുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളിൽ പ്രയാസപ്പെടേണ്ടതില്ല. പലരുടെയും ചരിത്രങ്ങൾ നേരിട്ട് കാണാനും വലിയൊരു അത്ഭുതം അദ്ദേഹം തന്നെ സ്വയം സാക്ഷ്യം വഹിക്കാൻ മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ തുണ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായി. എല്ലാ പ്രയാസങ്ങളെയും തുടച്ചു നിൽക്കുന്ന വളരെ ആശ്വാസത്തിന്റെ ഒരു ഘട്ടമായിരുന്നു ആ വരവ് എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം ഹിജറ പോകുമ്പോൾ നബി വളരെ തയ്യാറാണ്, ഒരു പ്രയാസവുമില്ല. ആ ഒരു മാനസികമായ സംതൃപ്തിയോടുകൂടി അദ്ദേഹം തിരിച്ചു വന്ന സമയത്ത് ഈ കഥ തൻ്റെ അനുയായികളോട് പറഞ്ഞു. എന്ത്? ഇന്നലെ ഇങ്ങനെ 2 യാത്ര നടന്നിട്ടുണ്ട്. ഒന്ന്, ഞാൻ മസ്ജിദുൽ അഖ്സ വരെ രാപ്രയാണം ചെയ്തു. 2, 7 ആകാശങ്ങളിലും ഞാൻ അതിവേഗം യാത്ര ചെയ്ത് ഇന്ന അമ്പിയാക്കളെയൊക്കെ കണ്ട് തിരിച്ചു വന്നു. 5 നേരത്തെ നിസ്കാരം നിങ്ങൾക്ക് ഫർളാക്കപ്പെട്ടിട്ടുമുണ്ട്. ഈ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ജനങ്ങളെ അറിയിച്ചു. സ്വാഭാവികമായിട്ട് നാട്ടിൽ ഈ കഥ പ്രചരിച്ചു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ മക്കായിലെ ചർച്ച എന്താണ്? മുഹമ്മദ് നബി തലേന്ന് പോയി പോലും. അതായത് നബിയുടെ അനുയായികൾക്ക് തന്നെയും അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. അപ്പൊ എല്ലാവരും അത് ഒന്ന് വീണ്ടും ചോദിച്ച് ഉറപ്പുവരുത്തുകയാണ്. അങ്ങനെ തന്നെയാണ്. എങ്ങനെ പോയത്? ഒരിക്കൽ പറഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളാണല്ലോ. അവിശ്വസനീയമായ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ അടുത്ത ചില ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. അവർ വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നേരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നില്ല. അവരെന്ത് ചെയ്തു? അദ്ദേഹം കുറച്ച് വൈകുന്നേരമായപ്പോൾ അല്ലെങ്കിൽ തിരിച്ചു വന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ആളുകൾ ഓടിപ്പോയി. കാരണം അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ് ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് എന്ന് പറഞ്ഞപ്പോൾ യാതൊരു സംശയവുമില്ലാതെ അതാദ്യം വിശ്വസിച്ച ആളാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പൊ അബൂബക്കർ അത്രയേറെ മുഹമ്മദിന്റെ അടുത്ത ആളുകളായതുകൊണ്ട് തന്നെ അബൂബക്കർ സമൂഹത്തിൽ സ്ഥാനവും നിലയും പദവിയുമുള്ള ആളാണ്, ഖുറൈശിയാണ്. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരാളെ ഇനിയെങ്കിലും മുഹമ്മദ് നബിയെ തള്ളിപ്പറയണം എന്നതിനു വേണ്ടി അദ്ദേഹം ഉള്ളയിടത്തേക്ക് ഒരാളുകൾ ഓടിച്ചത്. എന്നിട്ട് അബൂബക്കറിനോട് പറഞ്ഞു, എന്ത്? നിന്റെ കൂട്ടുകാരനല്ലോ അദ്ദേഹം പറയുന്നത് പിന്നെ എന്താണ്? യസ്അമു അൻ ഉസ്രിയ ബിഹി ലൈലത ഇലാ ബൈത്തുൽ മുഖദ്ദസ്. ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാപ്രയാണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നിന്റെ ചങ്ങാതി പറയുന്നത് എന്ന് പരിഹാസത്തോടുകൂടി അവരെന്ത് ചെയ്തു? അബൂബക്കർ വസഅ റിജാലുൻ ഇലാ അബീബക്കർ. അബൂബക്കറിന്റെ അടുത്തേക്ക് ചില ആളുകൾ ഓടിച്ചെന്നു. ഫഖാലു, അവർ പറഞ്ഞു, ഹല്ലക ഇലാ സാഹിബിക്, നിന്റെ കൂട്ടുകാരന്റെ അരികിലേക്ക് നിനക്ക് ഈ വിശേഷമുണ്ടോ? എന്താണ്? യസ്അമു, ആ കൂട്ടുകാരൻ വാദിക്കുന്നുണ്ട്, അൻ ഉസ്രിയ ബിഹി ലൈലത ഇലാ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ പ്രയാണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഖാല വഖദ് ഖാല ദാലിക്. അബൂബക്കർ സിദ്ദീഖ് വന്ന ആളുകളോട്, ആ നിവേദക സംഘത്തോട് ചോദിച്ചത് അദ്ദേഹം അപ്രകാരം പറഞ്ഞു എന്നത് സത്യമാണോ എന്ന് മാത്രം. അദ്ദേഹത്തിന്റെ പേരിൽ നിങ്ങൾ നുണ പറയാണോ, അതല്ല അദ്ദേഹം ശരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അവർ പറഞ്ഞു നാം. ഖാലു നാം, അവർ പറഞ്ഞു അതെ, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാപ്രയാണം ചെയ്യപ്പെട്ടു എന്ന്. ഖാല, അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഇൻ ഖാല ദാലിക് ഫഖദ് സ്വദഖ, ലഇൻ ഖാല ദാലിക് ഫഖദ് സ്വദഖ. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സത്യമാണ് പറഞ്ഞത്, ഒരു സംശയവുമില്ല, ഒരു സംശയത്തിന് വകയില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. ഖാലു, അവർ പറഞ്ഞു, അവ തുസദ്ദിഖുഹു അന്നഹു ദഹബ ലൈലത ഇലാ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മഖ്ദിസിലേക്ക് അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹം കടന്നുപോയി എന്ന് താങ്കൾ വിശ്വസിക്കുകയാണോ? വീണ്ടും ചോദിച്ചു. വജാഅ ഖബല അൻ യുസ്ബിഹ്, എന്നിട്ട് രാത്രി പോയിട്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് തിരിച്ചു വന്നു, ഈ പറഞ്ഞാൽ നീ വിശ്വസിക്കുകയാണോ എന്ന് അവർ വീണ്ടും ചോദിച്ചു. ഖാല, അബൂബക്കർ പറഞ്ഞു, അതെ, ഇന്നി ലഉസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദു മിൻ ദാലിക്, ഇതിനേക്കാൾ അവിശ്വസനീയമായ കാര്യം മുഹമ്മദ് നബിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. ഇതിനേക്കാൾ വിദൂരമായി വിശ്വസിക്കാൻ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വിഷയങ്ങൾ പറഞ്ഞാലും അദ്ദേഹമാണത് പറഞ്ഞതെങ്കിൽ സംശയമില്ലാതെ ഞാൻ വിശ്വസിക്കും. മനസ്സിലായില്ലേ? എന്നിട്ട് എന്താണ്? ഉസദ്ദിഖുഹു ബിഖബരി സമായി ഫി ഗദ്വത്തിൻ ഔ റൗഹത്തിൻ, രാവിലെയും വൈകുന്നേരവും ഒക്കെ ആകാശത്ത് നിന്ന് വഹി ഇറങ്ങിയിട്ട് ഇത് അള്ളാഹു എനിക്ക് അവതരിപ്പിച്ചതാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് അള്ളാഹുവിൻ്റെതാണോ എന്ന് ഞാൻ സംശയം ചോദിക്കാറില്ല. ഖുർആനിൽ ഓരോ ആയത്തുകൾ നബി ഓതി കേൾപ്പിക്കുമ്പോഴും ചിലപ്പോൾ രാവിലെയാണ് ഓതി കൊടുക്കുക, ചിലപ്പോൾ വൈകുന്നേരമാണ് ഓതി കൊടുക്കുക. രാവിലെയും വൈകുന്നേരവും വരുന്ന വഹയികൾ മുഴുവൻ അത് സത്യമാണ് എന്ന് സംശയമില്ലാതെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഇതല്ല, ഇതിനപ്പുറത്തുള്ള കാര്യം അദ്ദേഹം പറഞ്ഞാലും
അദ്ദേഹമാണ് അത് പറഞ്ഞത് എങ്കിൽ ഞാൻ അതിനെ സത്യപ്പെടുത്തുക തന്നെ ചെയ്യും. എന്നിട്ട് ആയിഷാബി പറയാണ്, ഫലിദാലിക സുമ്മിയ അബൂബക്കറിൻ അസ്സുദ്ദീഖ്, ഇതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്ന് പേര് വന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും പ്രത്യേകതയുള്ള രണ്ടാമത്തെ നാമം അസ്സുദ്ദീഖ് എന്നതാണ്. പിന്നെ ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളൊക്കെ എന്ത് ചെയ്തു, അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുമ്പോഴൊക്കെ സിദ്ദീഖ് എന്ന് മാത്രം പറഞ്ഞാൽ അതാരായിരിക്കും? അബൂബക്കർ എന്നായിരിക്കും. ചിലർ അബൂബക്കർ അസ്സുദ്ദീഖ് എന്ന് പറയും. ആയിഷ ബീവിയെ പരിചയപ്പെടുത്തുമ്പോൾ ഇബ്നത്തു സിദ്ദീഖ് എന്ന് പറയാറുണ്ട്, സിദ്ദീഖിന്റെ മകൾ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ അംഗീകരിച്ചതിനെ തുടർന്ന് പിൽക്കാലത്ത് ചരിത്രത്തിൽ എന്താണ്, അദ്ദേഹം ഇപ്രകാരം അറിയപ്പെട്ടു. ഇത് നമുക്ക് അറിവുള്ള ഒരു സംഗതിയാണ്. മൂന്നാമതായി അദ്ദേഹത്തെക്കുറിച്ച് ഖുർആൻ വിശേഷിപ്പിച്ച ഒരു വിശേഷണം സ്വാഹിബ്. നബിക്ക് എത്രയോ സ്വഹാബികളുണ്ട്, നബിയുടെ കൂട്ടാളികളുണ്ട്, നബിയുടെ കൂടെ കഴിച്ചു കൂട്ടുന്നവരുണ്ട്, പള്ളിയിൽ മാത്രം താമസിച്ചവരുണ്ട്. പക്ഷെ സ്വാഹിബ്, നബിയുടെ കൂട്ടുകാരൻ, സഹവാസി എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് അബൂബക്കർ അസ്സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഒരു പേര്, ഒന്ന് അതീഖ്, രണ്ട് സുദ്ദീഖ്, മൂന്നാമത്തത് സ്വാഹിബ്. എവിടെയാണ്? സൂറത്തു തൗബ 9-ാമത്തെ സൂറത്ത് 40-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയുടെ യാത്രയിൽ സൗർ എന്ന് പറയുന്ന ഗുഹയിൽ അകപ്പെട്ടുപോയ ഒരു രംഗമുണ്ട്. കഥ നമ്മൾ വിശദീകരിക്കണല്ലേ, സത്യസന്ധമായ സ്വഹീഹായ കഥയാണ്. പക്ഷെ ആ കഥയിൽ കുറെ കൂട്ടിച്ചേർക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നബി ആ സൗർ എന്ന ഗുഹയിൽ ഇരിക്കുമ്പോൾ അവരെ തെരഞ്ഞ് അവരെ തലയെടുക്കുന്നവർക്കുള്ള സമ്മാനം കിട്ടാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരുപാട് ഖുറൈശി ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരുടെ കണ്ണിലെങ്ങാൻ പെട്ടുപോകുമോ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയന്നിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷെ അവിടെ ഗുഹയിൽ ഇരിക്കെ നടന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചലന്തി വല കെട്ടിയിരുന്നു, പ്രാവ് കൂടുകൂട്ടിയിരുന്നു, പാമ്പ് കടിച്ചിരുന്നു, അങ്ങനെയൊക്കെ പറയുന്ന ചില കഥകൾ അനുബന്ധമായി നമ്മൾ കേൾക്കാൻ, അതൊന്നും സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ ആ വിഷയത്തെക്കുറിച്ച് ഖുർആനിലൊരു പരാമർശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ആ സൗർ ഗുഹയിൽ കഴിച്ചുകൂട്ടിയ ആ സന്ദർഭത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്, നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നില്ലെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആര് കൈയൊഴിഞ്ഞാലും മുഹമ്മദ് നബിയെ ആര് സഹായിച്ചിട്ടുണ്ട്? അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു സഹായിച്ച ഒരു സമയമാണ്. എല്ലാവരും മക്കയുടെ നാനാഭാഗത്തുനിന്ന് മുഹമ്മദ് നബിയെ കാത്തു നിന്ന് അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്താൻ വേണ്ടി തയ്യാറാവാണ്. ആരാണ് നബിയെ വെട്ടിയത് എന്നറിയാത്ത വിധം എല്ലാവരും ചേർന്ന് നബിയെ വെട്ടാനാണ് തീരുമാനിച്ചത്. പക്ഷേ ആ വാളുമായി നിൽക്കുന്ന ആളുകളൊക്കെ ഒരു നിമിഷം മയങ്ങിപ്പോയി. നബി ഷാഹത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞ് മണ്ണൊന്നിങ്ങനെ വാരിയിട്ടിട്ടേ ഉള്ളൂ. അത് ഓരോരുത്തരും ലക്ഷ്യമാക്കിയിടുന്നതല്ല, മുഴുവത്താണല്ലോ. എല്ലാവരുടെ കണ്ണിൽ ആ പൊടി വീണു, അവർ കണ്ണൊന്ന് തിരുമ്മി, അല്ലെങ്കിൽ അവർക്കൊരു മയക്കം വന്നു. ആ മയക്കം തെളിയുമ്പോഴേക്കും, കണ്ണൊന്ന് തുറക്കുമ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു കടന്നു. നേരത്തെയുള്ള തീരുമാനമനുസരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വാഹനങ്ങളെ തയ്യാറാക്കി വഴിയിൽ കാത്തിരിക്കുന്നുണ്ട്. 2 ഒട്ടകങ്ങളെ തയ്യാറാക്കി ആവശ്യമുള്ള ഭക്ഷണം, വസ്ത്രം, യാത്രാ സാമഗ്രികൾ ഇതൊക്കെ ഒരുക്കിയിട്ട് ഒരു നിശ്ചയ സ്ഥലത്ത് കാത്തിരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഹിജ്റ മദീനയിലേക്ക് പലായനം ആരംഭിക്കുകയും ചെയ്തു. ആ വഴിയിലാണ് കുറച്ചു സമയം അവർക്ക് സൗർ ഗുഹയിൽ തങ്ങേണ്ടി വന്നത്. ആ തങ്ങിയ സമയത്ത് ശത്രുക്കളെങ്ങാനും കണ്ടുപോകുമോ എന്നൊരു ഭയം സ്വാഭാവികമായും ഒരു മനുഷ്യൻ, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. അതാണ് ഖുർആൻ പറയുന്നത്: ഇത് അഖ്റജഹുൽ ലദീന കഫറു സാനിയ സ്നൈനി ഇത് ഹുമാ ഫിൽ ഗാർ. രണ്ടിലെ രണ്ടാമൻ. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ രണ്ടുപേരും ഗുഹയിലാണുള്ളത്. കാഫറുകളാകട്ടെ അവരെ നാട്ടിൽ നിന്ന് നാട്ടി പുറത്താക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ താമസിക്കാൻ പറ്റുകയില്ല എന്ന നിലക്ക് അവരെ പുറത്താക്കുന്ന ആ സന്ദർഭമാണ്, ബഹിഷ്കരിച്ച സമയമാണ്. ഇത് ഹുമാ ഫിൽ ഗാർ. അവർ ആ സമയത്ത് ഗുഹയിലാണുള്ളത്. ഈ ഗാർ എന്ന് പറഞ്ഞാൽ സൗർ ഗുഹയാണ്. കഅബാലയത്തിന്റെ വളരെ അടുത്ത് ഉള്ള ഒരു 2-2.5 കിലോമീറ്റർ അല്ലെങ്കിൽ ഏതാനും കിലോമീറ്റർ ദൂരെ തൊട്ടടുത്ത് തന്നെ കാണാവുന്ന ഹിറാ ഗുഹയെ പോലെ തന്നെ സൗർ ഗുഹയും തൊട്ടടുത്തുള്ള ഒരു ഗുഹയാണ്. ഹിറാ ഗുഹയേക്കാൾ ഒരല്പം കൂടി ഉയർന്ന ഗുഹയാണ്. പലരും സൗർ ഗുഹയ്ക്ക് നേരിട്ട് കണ്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായിരുന്നാലും ശരി, അവിടെ ആ ഗുഹയിൽ വെച്ച് ഇത് യഖൂലു ലി സ്വാഹിബിഹി, അദ്ദേഹം തന്റെ കൂട്ടുകാരനോട് പറഞ്ഞാണ് സ്വാഹിബ്. ഈ ആയത്തിലെ സ്വാഹിബ് ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്താണ് സ്വാഹിബിനോട് നബി പറഞ്ഞത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹ് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അസ്തിത്വം കൊണ്ട് കൂടെയുണ്ട് എന്നല്ല, കാരണം അള്ളാഹു ഉപരിയിലാണല്ലോ. അള്ളാഹുവിന്റെ അറിവ് കൊണ്ടും അള്ളാഹുവിന്റെ സംരക്ഷണം കൊണ്ടും അള്ളാഹുവിന്റെ നോട്ടം കൊണ്ടും അവൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അള്ളാഹ് എപ്പോഴും നമ്മളെ കാണുന്നുണ്ട്,
നമ്മൾ അറിഞ്ഞുകൂടാത്ത വഴിയിലൂടെ ശത്രുക്കളിൽ നിന്ന് അല്ലാഹു നമുക്ക് സംരക്ഷണം നൽകും. നീ ഭയപ്പെടേണ്ടതില്ല. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ ദുഃഖിക്കേണ്ടതില്ല, തീർച്ചയായും അല്ലാഹു നമ്മോടൊപ്പം തന്നെയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വാഹിബിനോട് പറഞ്ഞു. ഇതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ചരിത്രകാരന്മാർ അസ്വാഹിബ് എന്ന് പേര് നൽകാനുള്ള കാരണം. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, നബി ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അല്ലാഹു ഒരു സമാധാനം വർഷിച്ചു കൊടുത്തു. വഅയ്യദഹു ബിജുനൂദിൻ, മുഹമ്മദ് നബിയെ അല്ലാഹു ചില സൈന്യങ്ങളെ കൊണ്ട് ശക്തിപ്പെടുത്തി. അതായത് മലക്കുകളെ കൊണ്ട്, ലം തറൗഹ, നിങ്ങൾ കാണാത്ത ചില സൈന്യങ്ങളെ കൊണ്ട് ശക്തി നൽകി. വജഅല കലിമത്തല്ലദീന കഫറു സുഫുല, കാഫിറുകളുടെ ശിർക്കിന്റെ വാക്യത്തെ അല്ലാഹു അധമമാക്കി തീർത്തു. വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയ, അല്ലാഹുവിന്റെ കലിമത്താകട്ടെ അത് ഏറ്റവും ഉന്നതമായതാണ്. വല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു ആകട്ടെ അതീവ ശക്തനും യുക്തിയുള്ളവനുമാണ് എന്ന് 9-ാമത്തെ സൂറത്ത് തൗബയിലെ 40-ാമത്തെ ആയത്തിൽ കാണാം. പണ്ഡിതന്മാർക്കെല്ലാം മുഫസ്സിറുകൾക്കെല്ലാം ഇജ്മാ ഉള്ള വിഷയമാണ് ഈ ആയത്തിലെ ഇത് യഖൂലു ലി സ്വാഹിബിഹി, മുഹമ്മദ് നബി തന്റെ സ്വാഹിബിനോട് സംസാരിച്ച സമയം ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ ദുഃഖിക്കേണ്ടതില്ല, തീർച്ചയായും അല്ലാഹു നമ്മോടൊപ്പം തന്നെയുണ്ട് എന്ന് സംസാരിച്ചത് അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്, ഖുൽതു ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഫിൽ ഗാർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താ പറഞ്ഞത്? അനസ് പറയാണ്, അന്ന അബൂബക്കറിൻ ഹദ്ദസഹു, അനസിനോട് അബൂബക്കർ പറഞ്ഞു കൊടുത്ത കാര്യമാണ്. എന്താ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ കഥ പറയുന്നത്? ഫഖാല ഖുൽതു ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഫിൽ ഗാർ, സൗർ ഗുഹയിലായിരിക്കുമ്പോൾ നബി എന്നോട് ഇങ്ങനെ ഒരു വാചകം പറഞ്ഞു. എന്ത്? ലൗ അന്ന അഹദഹും നദറ ഇലാ ഖദമൈഹി ലഅബ്സർനാ തഹത ഖദമൈഹി, ആരെങ്കിലും നബിയെ തെരഞ്ഞു നടക്കുന്ന ആളുകൾ തന്റെ കാൽപാദത്തിങ്കലേക്കൊന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും കാണുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് പറയാണ്, എന്ത്? ആരെങ്കിലും ഒന്നിങ്ങനെ കാലിന്റെ ഭാഗത്തേക്കൊന്ന് ചെരിഞ്ഞ് കുനിഞ്ഞു നോക്കണമെന്ന് തീരുമാനിച്ചാൽ കാണും. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി അബൂബക്കറിനോട് പറഞ്ഞു. അബൂബക്കർ ചോദിക്കാണെന്ത്? നമ്മളെ തെരഞ്ഞെടുക്കുന്ന ആളുകൾ ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ, കാൽപാദത്തിലേക്കൊന്നിങ്ങനെ വെറുതെ സ്വന്തം കാലിന്റെ അടുത്തേക്കൊന്ന് തല താഴ്ത്തി നോക്കിയാൽ നമ്മളെ കാണും. കാരണം ഗുഹയിലൂടെ കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെ കണ്ടേക്കുമല്ലോ, എന്താണ്, അവർ നമ്മെ കണ്ടുപോകുമല്ലോ എന്ന് ഭയന്നപ്പോൾ ഫഖാല നബിയു, നബി പറഞ്ഞു, യാ അബൂബക്കർ മാ ലന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ, അല്ലാഹു മൂന്നാമനായിരിക്കെ ഉള്ള രണ്ടാളുകളെ കുറിച്ച് നിന്റെ വിചാരം എന്താണ് അബൂബക്കറെ? നമ്മൾ രണ്ടാളുണ്ട്, നമ്മുടെ കൂടെ മൂന്നാമനായിട്ട് ആരുണ്ട്? അല്ലാഹു ഉണ്ട്. അപ്പൊ രണ്ടുപേരുടെ കൂടെ അല്ലാഹു മൂന്നാമനായിട്ടുണ്ടായിരിക്കെ അവരെ കുറിച്ച് നിന്റെ ധാരണ എന്താണ് അബൂബക്കറെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഹാഫിദ് ഇബ്നു അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഇല്ലാ തൻസുറുഹു ഫഖദ് നസറഹുല്ലാ എന്ന ആയത്ത് തഫ്സീർ ചെയ്യുന്നിടത്ത് പറഞ്ഞു കാണാം. എന്താണ് അദ്ദേഹം പറഞ്ഞു? ഫഇന്നൽ മുറാദ ബിസാഹിബിഹി ഹുന അബൂബക്കർ ബിലാ മുനാസ, തർക്കമില്ല, ഇവിടുത്തെ സാഹിബ് അബൂബക്കർ സിദ്ദീഖ്. മറ്റൊരു അഭിപ്രായം ഒരു മുഫസ്സിറും എടുത്തു ധരിച്ചിട്ടില്ല. വൽ അഹാദീസു ഫീ കൗനിഹി കാന മഅഹു ഫിൽ ഗാരി കസീറത്തുൻ ഷഹീറ, സൗർ ഗുഹയിൽ മുഹമ്മദ് നബിയോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ധാരാളം പ്രസിദ്ധമായ സ്വീകാര്യമായ ഹദീസുകളുണ്ട്. മനസ്സിലായില്ലേ? വലം യുശ്രികൂ ഫീ മൻഖബത്തി ഗൈറു, അബൂബക്കർ സിദ്ദീഖിന് ആ ഹിജ്റയിൽ നബിയുടെ സഹയാത്രികനാകാൻ കിട്ടിയ ആ ഒരു മൻഖബയുടെ സ്ഥാനം അത് മറ്റൊരു സ്വഹാബിക്കും ലഭിച്ചിട്ടില്ല. നബി ഹിജ്റ പോയപ്പോൾ വേറൊരാളുമല്ലല്ലോ കൂടെ പോയത്, ഒരാൾ മാത്രമാണ്. അതാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ ഒരു പദവി, ഒരു മൻഖിബ്, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാത്ത മറ്റൊരാൾക്കും ലഭിച്ചിട്ടില്ല എന്ന് ഇബ്നു അസ്ഖലാനി റഹിമഹുല്ലാഹ് ഈ വിഷയം ചർച്ച ചെയ്യുന്നവരുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാലാമതായി അദ്ദേഹത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ഒരു വിശേഷണമാണ് അൽ അത്ഖ. നമ്മൾ വിശേഷണങ്ങൾ പറയുന്നത് വിശേഷണങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരാളുടെ ഗുണങ്ങൾ, യോഗ്യതകൾ മനസ്സിലാക്കുക, പോരിശ മനസ്സിലാക്കുക. അയാളുടെ വിശേഷണം ഇന്നതുണ്ടെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഇന്നാലിന്റെ യോഗ്യതകളുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അൽ അത്ഖ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തഖ്വയുള്ളവൻ. ഫായിലുൻ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവൻ, അഫ്അൽ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ചെയ്യുന്നവൻ. മനസ്സിലായില്ലേ? കബീർ എന്ന് പറഞ്ഞാൽ വലിയ ആള്, അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആള്. തഖിയ്യുൻ എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവൻ, അത്ഖ എന്ന് പറഞ്ഞാൽ കൂടുതൽ തഖ്വയുള്ള, ഏറ്റവും തഖ്വയുള്ള ആൾ. അപ്പൊ ഈ ഉമ്മത്തിലെ ഏറ്റവും മുത്തഖിയായിട്ടുള്ള ആളാരാണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ സംശയമില്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഖുർആനിൽ ഒരിടത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനത്തെ പരാമർശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഖുർആനിൽ ഒരു സ്വഹാബിയുടെയും പേര് പറഞ്ഞിട്ടില്ല. സെയ്ദ് ബിൻ ഹാരിസ അല്ലാത്ത ഒരേ ഒരു സ്വഹാബി സെയ്ദ് ബിൻ ഹാരിസ, അദ്ദേഹത്തിൻ്റെതല്ലാത്ത മറ്റൊരാളുടെ പേരും, ഒരു സ്വഹാബിയുടെ പേരും ഖുർആൻ പറഞ്ഞിട്ടില്ല.
ഉമർലാന്റെ പേരോ അലി അള്ളാന്റെ പേരോ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ പേരോ അബൂബക്കറിന്റെ പേരോ ഒന്നും ഖുർആനില്ല. ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ പലരെ കുറിച്ചും വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വിശേഷണങ്ങൾ വന്നിട്ടുള്ള സ്വഹാബികളിൽ ഒരാളാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്താണ് അദ്ദേഹത്തിന് ഈ പേര് കിട്ടാൻ കാരണം? വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുഅ്തി മാലഹു യതസക്ക എന്ന് ഖുർആൻ സൂറത്തുൽ ലൈലിൽ പറഞ്ഞില്ലേ? എന്താണ് ഏറ്റവും തഖ്വയുള്ളവൻ നരകത്തിൽ നിന്ന് അവൻ അകറ്റപ്പെടും. ഏറ്റവും തഖ്വയുള്ള ആൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെടും എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? അല്ലദീ യുഅ്തി മാലഹു യതസക്ക, തന്റെ ധനം സക്കാത്തായിട്ട് നൽകും. അത് ശുദ്ധീകരിക്കാൻ വേണ്ടി സക്കാത്ത് കൊടുക്കുന്ന ഏറ്റവും തഖ്വയുള്ള വ്യക്തി ആരോ അയാളെ നരകത്തിൽ നിന്ന് അകറ്റുമെന്ന് ഖുർആൻ പറഞ്ഞത് ഈ ആയത്ത് തഫ്സീർ വായിക്കുന്നിടത്ത് കാണാം. ഇത് മറ്റാരെക്കുറിച്ചുമല്ല, ഇത് അനിൽ മുഅദ്ദബീന ഫില്ലാ അല്ലദീന അഅ്തഖഹും അബൂബക്കർ. അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പീഡനം ഏറ്റുവാങ്ങിയവരെ കുറെ ആളുകളുണ്ട്, അവരെയൊക്കെ മോചിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ്. സ്വന്തം സ്വത്തിന്റെ വലിയൊരളവ്, ചില്ലറയൊന്നുമല്ല, സമ്പാദ്യത്തിന്റെ വലിയൊരു ഭാഗമാണ് അടിമമോചനത്തിന് വേണ്ടി ആര് നീക്കിവെച്ചത്? അബൂബക്കർ റളിയല്ലാഹു നീക്കിവെച്ചത്. മറ്റുള്ളവർ അന്യായമായി കാഫറുകളുടെ അടിമകളായി കഴിയേണ്ടി വന്ന ആളുകളെ പണം കൊടുത്തു മോചിപ്പിച്ചു. അടിമകളെ മോചിപ്പിച്ചതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ അള്ളാഹു ആകട്ടെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് വസയുജന്നബുഹൽ അത്ഖാ, ഏറ്റവും തഖ്വയുള്ളവൻ. തഖയ്യുന്നാണ് അതിന്റെ സാധാരണ വാക്യം, തഖ്വയുള്ളവൻ. തഖയ്യുൻ എന്ന ഖുർആനിൽ കാന തഖയ്യ. തഖയ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തഖ്വയുള്ളവൻ, റബ്ബിനെ ഭയപ്പെടുന്നവൻ, നരകത്തെ പേടിക്കുന്നവൻ എന്നർത്ഥം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ റബ്ബിനെ ഭയപ്പെടുന്നവൻ, സൂക്ഷിച്ച് ജീവിക്കുന്നവൻ അത്ഖാ. വലിയ മുത്തഖിയാണെന്ന് പറയാ അത്ഖാ. വസയുജന്നബുഹൽ അത്ഖാ. ഇവിടെ അബൂബക്കർ അസ്സദീഖ് റളിയല്ലാഹു അൻഹു അടിമകളെ മോചിപ്പിച്ചതാണ്. ഈ അദ്ദേഹം ധനം കൊടുത്തുവല്ലേ, ശുദ്ധീകരിച്ചുകൊണ്ട് ധനം ചെലവാക്കിയെന്നല്ലേ. അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി ധാരാളം പണം ചെലവഴിച്ച വിഷയത്തിലാണ് ഈ ആയത്ത്, ആ സന്ദർഭത്തിലെ ആയത്ത് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ മുഫസ്സിറുകളൊക്കെ ഈ ആയത്തിൽ അത്ഖാ എന്നതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് സൂചിപ്പിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പേര് അവ്വാഹ് എന്നുള്ള പേരാണ്. മനസ്സിലായില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അവ്വാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുന്നവൻ, ഭയത്തോടുകൂടി എപ്പോഴും എൻ്റെ പാപം പൊറുക്കണേ എന്ന് പറയുന്നവൻ. ഇതൊക്കെയാണ് അവ്വാഹ് എന്ന വാക്കിന്റെ അർത്ഥം. ചില പ്രവാചകന്മാരെ കുറിച്ച് സൂചിപ്പിക്കുന്നിടത്ത് അവ്വാഹ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നത് അദ്ദേഹം ധാരാളമായി അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന, തൗബ ചെയ്തുകൊണ്ടിരിക്കുന്ന, റബ്ബിനെ ഭയപ്പെടുന്ന ഒരാളാണ്. അപ്പം ഹൃദയത്തിൽ തെറ്റുകളെക്കുറിച്ചുള്ള ഭയവും പേടിയും കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്കാണ് എന്ന് പറയുക, അവ്വാഹ് എന്ന് പറയുക. ഇബ്രാഹിമുൻ നഖഈ എന്ന താബിഇൽ നിന്ന് കാല അദ്ദേഹം പറഞ്ഞു, കാന അബൂബക്കറിൻ യുസമ്മാ ബിൽ അവ്വാഹ്. അദ്ദേഹത്തിന് അവ്വാഹ് എന്നൊരു പേരുണ്ട്. ലിറഅഫതിഹി വറഹ്മതിഹി, അദ്ദേഹത്തിന്റെ കൃപയും അദ്ദേഹത്തിന്റെ കാരുണ്യവും കാരണമാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേര് ലഭിച്ചത് എന്ന് ഇബ്രാഹിമുൻ നഖഈ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഈ 5 നാമങ്ങളാണ് അബൂബക്കർ അസ്സദീഖ് റളിയല്ലാഹു അൻഹുവിനെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്ന പ്രത്യേകമായ നാമങ്ങൾ, മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി നിൽക്കുന്ന നാമങ്ങൾ. ഇനി നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ജനനം, അദ്ദേഹത്തിന്റെ പ്രകൃതം, രൂപപ്രകൃതം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇനി അദ്ദേഹത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിന്റെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്തടുത്ത ക്ലാസ്സുകളിൽ അദ്ദേഹം എങ്ങനെയാണ് ഖലീഫയായത്, അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കാനിരിക്കുന്നു. ബിസ്മില്ലാ. അദ്ദേഹത്തിന്റെ ജനനം എന്തായിരുന്നാലും ആമുൽ ഫീലിന് ശേഷമാണ്. ആനക്കലഹ സംഭവം എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ആ വർഷത്തിലാണ്. നബിയുടെ ജനനത്തിന് ശേഷമാണ് ആര്? അബൂബക്കർ അസ്സദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ ആനക്കലഹം കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞിട്ട്, നബി മരണപ്പെട്ട് 2.5 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നതും. നബി ജനിച്ച് 2.5 വർഷം കഴിഞ്ഞ് അദ്ദേഹം ജനിച്ചു, നബി മരിച്ച് 2.5 വർഷം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു. എന്നാൽ രണ്ടാളും ഒരേ പ്രായത്തിലാണ് മരിച്ചത്, 63 വയസ്സ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതും 63ാമത്തെ വയസ്സിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിച്ച 63ാമത്തെ വയസ്സിലാണ്. യാദൃശ്ചികമാണെങ്കിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതും അലി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതൊക്കെ 63ാമത്തെ വയസ്സിലാണ്. ഇതിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മാത്രമാണ് കുറച്ചും കൂടി കൂടുതൽ കാലം ജീവിച്ചിരുന്നിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. അപ്പൊ എന്നാണ് അദ്ദേഹം ജനിച്ചത് എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിനു ശേഷം. എത്ര 2.5 വർഷത്തിന് ശേഷമാണോ അല്ലേ എന്ന കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലർക്കുണ്ട്. ഒരു 3-2.5 വർഷം എന്നുള്ളതാണ് അതിലേറ്റവും സ്ഥിരപ്പെട്ടത്. ബി സനതൈനി വസിത്തത്തി അഷ്ഹൂർ, അത് നമുക്കറിയാം, ചരിത്രം പരിശോധിച്ചാൽ 2.5 വർഷം, അതാണ് വ്യക്തമായി വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും
2 വർഷവും എത്ര മാസവുമാണ് എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. 2 വർഷവും ചില്ലറ മാസങ്ങളും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന് ശേഷം 2 വർഷവും ചില്ലറ മാസങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ്. അങ്ങനെ 6 മാസം എന്ന് കൃത്യമായി പറയാവുന്ന വ്യക്തമായ രേഖകളൊന്നും സ്വഹീഹായി വന്നിട്ടില്ലെങ്കിലും ഏതാണ്ട് 2.5 വർഷത്തിന് ശേഷമാണ് അബൂബക്കർ അസ്സദീഖ് റളിയല്ലാഹു അൻഹു ജനിച്ചത് എന്ന് സ്ഥിരപ്പെട്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതത്തെ സംബന്ധിച്ച് എഴുതപ്പെട്ടിട്ടുള്ളത്, ഒന്ന്, അദ്ദേഹം വെളുത്ത നിറമുള്ള, കറുത്തവനല്ല, ഒരു വെളുത്ത നിറമുള്ള ഒരു വ്യക്തിയാണ്. ശരീരം മെലിഞ്ഞ പ്രകൃതമാണ്, തടിച്ച പ്രകൃതമല്ല. അദ്ദേഹത്തിന് തുണിയൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോകാറുണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ അദ്ദേഹം ഇങ്ങനെ പൊക്കി കൊടുക്കും, പിന്നെ താഴ്ന്നു, ചിലപ്പോൾ നെര്യാണിക്ക് താഴേക്ക് പോകും. അപ്പോൾ അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഇളവ് കൊടുത്തതായി നമുക്കതിൽ കാണാം. അദ്ദേഹം മാംസം കുറവുള്ള വെളുത്ത ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന അബൂബക്കറിൻ ഇത്തസഫ ബി അന്നഹു കാന അബിയം തുഹാലിത്തു സുഫ്ര, ഒരു മഞ്ഞ കലർന്ന വെളുപ്പ്, ഒരു ഗോതമ്പ് വർണ്ണം വരുന്ന വെളുപ്പ്. പ്രത്യക്ഷത്തിൽ വെളുപ്പാണ്, എന്നാൽ അതിലേക്കൊരു മഞ്ഞ, ഒരു ഗോതമ്പ് നിറം കളർന്നിരിക്കുന്നു. ഹസ്നുൽ ഖാമ, ഒത്ത വലുപ്പമുള്ള ആളാണ്, മികച്ച വലുപ്പം. അദ്ദേഹത്തിന്റെ ആകാരം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലുമല്ല, എന്നാൽ ഒരു കുറിയ ആളുമല്ല, ഒത്ത വലുപ്പമുള്ള ഒരു മികച്ച ഉയരമാണ് അദ്ദേഹത്തിന് ഉള്ളത്. പക്ഷേ മെലിഞ്ഞ വ്യക്തിത്വമാണ്, വലിയ നല്ല തടിയുള്ള ഒരാളല്ല എന്ന് നമുക്കതിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ചെറിയ വട്ടക്കണ്ണുകളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കണങ്കാലുകൾ, അതിൻ്റെ പിറകിൽ മാംസളമായ അഴകുള്ള കണങ്കാലുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നെറ്റിയിൽ നിന്ന് മുടി ഒരൽപ്പം കയറി വിശാലമായ നെറ്റി അദ്ദേഹത്തിന്, നാത്തി ഉൽ ജബ്ഹ, അങ്ങനെ ചിലക്ക് ചെറിയ നെറ്റിയല്ലേ ഉണ്ടാവുള്ളൂ, ചിലക്ക് വലിയ നെറ്റിയായിരിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നല്ല വലിയ നെറ്റി ഉണ്ടായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സമൃദ്ധമായി താടി വളർന്നിരുന്നു. ഒരിക്കൽ പോലും അദ്ദേഹം താടി വെട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് ചില നര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി നരച്ചതിനേക്കാൾ കൂടുതൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുടി നരച്ചിട്ടുണ്ടായിരുന്നു. ആ നരയൊക്കെ എപ്പോഴും ഒന്നുകിൽ ഹന്ന, മൈലാഞ്ചി കൊണ്ട്, അല്ലെങ്കിൽ കെത്തുമ് എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇല കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, അദ്ദേഹം എപ്പോഴും താടി ഇത് നിറം മാറ്റും. ഈ നരച്ച മുടി, താടി രോമങ്ങളുടെ നിറം അദ്ദേഹം മാറ്റാറുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ സ്ഥിരപ്പെട്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അബൂ ഖുഹാഫ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അബൂ ഖുഹാഫ. ശരിക്കുള്ള പേര് നമ്മൾ നേരത്തെ വായിച്ചു, ഉസ്മാൻ ഇബ്നു ആമിർ ഇബ്നു അംർ. നബിയുടെ ഖുറൈശി പരമ്പരയിൽപ്പെട്ട വ്യക്തിത്വമാണ്. ഉസ്മാൻ ഇബ്നു ആമിർ ഇബ്നു അംർ എന്നാണ് പേര്. നേരത്തെ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് വായിച്ചപ്പം നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ പേര്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വാപ്പാന്റെ പേര് ഉസ്മാൻ എന്നാണ്. ഉസ്മാൻ ഇബ്നു ആമിർ ഇബ്നു അംർ എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അബൂ ഖുഹാഫ എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച ഉടനെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. അതായത് ഫത്ഹ് മക്ക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 1-ാം തീയതി മുതൽ വാപ്പ ഇസ്ലാമിൽ വരണമെന്നുണ്ടായിരുന്നു. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും ഇദ്ദേഹം എന്താണ്, എതിർപക്ഷത്താണ്. മാത്രവുമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം മകൻ തന്നെ എതിർപക്ഷത്ത് യുദ്ധം ചെയ്യുന്ന സാഹചര്യവും ബദറിൽ ഉണ്ടായിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. വാപ്പയും മക്കളൊക്കെ എപ്പോഴാണ് ഹിദായത്തിലേക്ക് വരിക, വന്നുകൊള്ളുമോ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന സംഗതിയല്ല. അത് അള്ളാഹു തന്നെ തീരുമാനിക്കണം. ഏതായിരുന്നാലും പിന്നെ ഈ ഫത്ഹു മക്കയുടെ ദിവസം അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധനായി. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച അബൂബക്കർ സിദ്ദീഖ് തന്നെ വലിയ സന്തോഷം. എല്ലാ ദിവസവും ഇസ്ലാമിലേക്ക് വാപ്പാനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അദ്ദേഹത്തിനുള്ള സങ്കടം, അദ്ദേഹത്തിന് എപ്പോഴുള്ളൊരു മ്ലാനത, വാപ്പ ശഹാദത്ത് കലിമ ചൊല്ലുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന് ദുനിയാവിൽ തന്നെ സന്തോഷം നൽകിക്കൊണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കെ തന്നെ തൻ്റെ പിതാവ് അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിച്ചു. വളരെ സന്തോഷത്തോടു കൂടി അബൂ ഖുഹാഫയെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അദ്ദേഹം വന്നു. വാപ്പാനെയും കൂട്ടി വന്നു. അപ്പൊ നബി പറയുന്നുണ്ട്, അപ്പൊ യാ അബൂബക്കർ ഹല്ലാ തറക്തഹു ഹത്താ നഅതി ഫഖാല അബൂബക്കർ, ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഹുവ ഔലാ അൻ യഅതിയക യാ റസൂലല്ലാഹ്, അല്ല, അദ്ദേഹം നിങ്ങളടുത്തേക്ക് വരലാണ് ഏറ്റവും യോജിച്ച നടപടി. അങ്ങനെ നബിയുടെ അരികിലേക്ക് വന്നു. അദ്ദേഹം അവിടെ വെച്ച് ഷഹാദത്ത് ചെയ്തു. ഫഅസ്ലമ അബൂ ഖുഹാഫ വബായ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ ബൈഅത്ത് ചെയ്തു, ഷഹാദത്ത് കലിമ ചൊല്ലി അദ്ദേഹം മുസ്ലിമായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അഭിനന്ദിച്ചു. പിതാവ് ഇസ്ലാമായതിന്റെ പേരിൽ അള്ളാഹു നിനക്ക് ബർക്കത്ത് ചൊരിയട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മംഗളങ്ങൾ ആശംസിച്ചതായി ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അബൂ ഖുഹാഫയെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന്റെ തലമുടിയും താടി രോമങ്ങളുമൊക്കെ ഇങ്ങനെ വെള്ളി പോലെ, ഒറ്റ കറുത്തയില്ല, മുഴുവൻ നരച്ച. അബൂ ഖുഹാഫ അബൂബക്കർ സിദ്ദീഖ് കൊണ്ടുവരുന്ന സമയത്ത് എല്ലാ മുടിയും നന്നായി നരച്ച മുടിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കറിനോട് പറയുന്നത്, അദ്ദേഹത്തെ ഗയ്യിറൂ ഹാദാ മിൻ ശഅരിഹി,
അദ്ദേഹത്തിൻ്റെ ഈ മുടിയുടെ നിറമൊക്കെ നിങ്ങൾ മാറ്റിക്കൊടുക്കണം. നരച്ച മുടി മുസ്ലിമിന് ഭൂഷണമല്ല. നരച്ച മുടിയുമായി നടക്കരുത്. നരച്ച മീശ, നരച്ച താടി ഇതൊരു മുസ്ലിമിന് പാടുള്ളതല്ല. നരച്ചാൽ ഉടനെ എന്ത് ചെയ്യണം? അതിന് നിങ്ങൾ നിറം മാറ്റണം. കറുപ്പിക്കാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം? മൈലാഞ്ചി ഉപയോഗിക്കുക, കെത്തും ഉപയോഗിക്കുക. അങ്ങനെയുള്ള നര മാത്രമുള്ള മുടിയുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? മുസ്ലിങ്ങൾ നടക്കാൻ പാടില്ല. ആ മുടിയെ നമ്മൾ എന്ത് ചെയ്യണം? നിറം മാറ്റണമെന്ന കൽപ്പന ഉണ്ടായത് തന്നെ അബൂ ഖുഹാഫയുടെ വിഷയത്തിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അബൂ ഖുഹാഫ അന്ന് തന്നെ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ നിറം മാറ്റുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസമാണ് ഉമ്മത്തിനെ പഠിപ്പിച്ചത്, ലൈസ മിന്ന മൻ ലം യുവഖിർ കബീറന വയർഹം സഗീറന. നമ്മുടെ കൂട്ടത്തിലെ മുതിർന്നവരെ ബഹുമാനിക്കാത്തവനും കുട്ടികളോട് കരുണയില്ലാത്തവനും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അബൂബക്കർ സിദ്ദീഖ് ഖാന്റെ ഉമ്മ, അവരുടെ ശരിയായ പേര് സൽമ ബിൻത്ത് സഖർ എന്നാണ്. സൽമ ബിൻത്ത് സഖർ ഇബ്നു അംർ ഇബ്നു കഅബ് ഇബ്നു സഅദ് ഇബ്നു തൈം. അവരറിയപ്പെട്ടത് ഉമ്മുൽ ഖൈർ. അവർ വിളിപ്പേരെന്താണ്? ഉമ്മുൽ ഖൈർ എന്നവരറിയപ്പെട്ടു. അവർ അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പേ തന്നെ അബൂബക്കർ താൻ്റെ കൂടെ എന്തിട്ടുണ്ട്? ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കാണാം. ഇൻഷാ അല്ലാഹ് ചരിത്രത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കും. അദ്ദേഹത്തിൻ്റെ പത്നിമാരെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെയുള്ള മറ്റു ചരിത്രങ്ങളും അതേപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ചില രംഗങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.